ഓം ശ്രീ ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗചയജ്ഞത്തിന്റെ 357 ഭാഗത്തേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി വായിക്കുന്നത് ശ്രീ അരുൺകുമാർ കണ്ണൂരാണ്. ശ്രീ അരുൺകുമാർ 3 പ്രാവശ്യം ഓങ്കാരവും 3 സായി ഗായത്രിയും പറഞ്ഞിട്ട് ഒരു 10 മിനിറ്റിനകം വായിക്കുക, 15-20 മിനിറ്റ് അനുഭവങ്ങൾ പറയുക. സായിരാം. താങ്ക് യു. ഓഡിയോ ഓൺ ആണോ നോക്കണേ, ഓഡിയോ കൂടെ. സായിരാം, കേൾക്കുന്നില്ലല്ലോ ഒന്നും. ഓങ്കാരം 3 പ്രാവശ്യം സായി ഗായത്രി പറയണം. കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാം. ഓം സർവേശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സേറാം. വായിച്ചോളൂ മാഷെ. സേറാം. സ്നേഹം. പ്രഭാത സൂര്യന്റെ കിരണങ്ങളേറ്റ് പൂമൊട്ട് മനോഹാരിതയോടെ സുഗന്ധത്തോടെ വിടർന്നു. അനാദികാലം മുതൽ സൃഷ്ടി ഉദ്ഭവിച്ച ഹിരണ്യഗർഭത്തെ അനുസ്മരിച്ചുകൊണ്ട് ആകാശവും ഭൂമിയും ഒരു സ്വർണ്ണ വർണ്ണമണിഞ്ഞിരിക്കുന്നു. ഈ രാജ്യത്തിന്റെ ആചാരങ്ങൾക്കനുസരിച്ച് ഇന്ന് ഒരു പുണ്യ ദിവസമാണ്. അനന്തയുഗങ്ങളായി ഈ ദിനം ആദരിക്കുകയും ആഘോഷിക്കുകയും ചെയ്തു വരുന്നു. പക്ഷേ വർത്തമാനകാലത്ത് ഈ ദിവസത്തെ പ്രകീർത്തിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് ആളുകൾ തൃപ്തരാകുകയും തത്തമ്മയുടെ സംസാരം പോലെ അവർ കേട്ടത് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. ധാർമ്മിക ജീവിതം വേദാന്തത്തിന്റെ വിധി. പ്രേമത്തിലൂടെ ആനന്ദം ആർജിക്കുക. വേദാന്തം പഠിപ്പിക്കുന്നു. ഈ രാജ്യത്തിലെ ഋഷിവര്യരെ എല്ലാ അന്വേഷകരും
ശ്ലാഘിക്കുന്നതിന് കാരണമായ അതേ വേദാന്തം എന്നത് പലപ്പോഴും വിവരിക്കപ്പെട്ട തത്വശാസ്ത്രമാണ്. ഇത് ഉദാത്തമായ മഹാസുഖ എന്നൊരു നാസാചന്ദ്രങ്ങളെ അളന്നു തൂക്കി നിശ്ചയിക്കുക മാത്രം ശ്വസിക്കുവാൻ പരിശീലിപ്പിക്കുകയോ എന്നതോ, പഴഞ്ചൊല്ലിൽ പറയുന്നത് നായയെ പോലെ കഴിക്കുക, കുറുക്കനെ പോലെ ഉറങ്ങുക എന്നതോ അല്ല. എല്ലാത്തിനെയും ശ്രേഷ്ഠമാക്കുന്നു. ഇന്ദ്രിയ സൗഖ്യങ്ങൾക്ക് നേരെ പ്രേമത്തെ തിരിച്ചുവിട്ടാൽ ആ ശ്രമം പരാജയം ലാഭത്തെ പ്രേമിക്കുമ്പോൾ നഷ്ടം അതിനെ രഹസ്യമായി നശിപ്പിക്കുന്നു. ലൗകികമായ സംതൃപ്തി ലക്ഷ്യമാക്കി നിങ്ങൾ പ്രേമിക്കുകയാണെങ്കിൽ അസംതൃപ്തിക്കുന്നു. 10 കോടി നിരാശകൾ ഒത്തുചേർന്ന് നിങ്ങളെ വിഷമിപ്പിക്കുമ്പോൾ പോലും ഒരിക്കൽ പ്രേമത്തെ ത്യജിക്കാതിരിക്കുക. യദ്ഭാവം തദ്ഭവതി. ഇവിടെ നിങ്ങൾക്ക് പ്രേമസ്വരൂപം തന്നെ ലഭിച്ചിരിക്കും. ഭിന്നതയുടെയോ ഭയത്തിന്റെയോ സംശയത്തിന്റെയോ തിരകളെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് വിധത്തിയ സുഗന്ധ പുഷ്പങ്ങൾ നിറഞ്ഞ മരതക ആക്കുവാൻ സാധിക്കുമ്പോൾ എന്തിനെ ക്രൂരതയുടെ ജ്ഞാനം എന്നാൽ ഉത്തമ കരുണയാണ്. നിങ്ങളുടെ ചുറ്റുന്ന ശരീരത്തിൽ പിന്നെ എങ്ങനെ ഈശ്വരനോട് ഭക്തിയുണ്ടെന്ന് അവകാശപ്പെടുക? ഈശ്വരന്റെ മങ്ങിയ പ്രതിനിധികൾ മാത്രമല്ലേ? ഇതാണ് ഞാൻ നിങ്ങൾക്ക് കൽപ്പിച്ചു തരുന്ന ഉള്ളവരെ ഈശ്വര രൂപങ്ങളാക്കി കാണുക. ഈ സാധന കൂടാതെ കൂടുകയായിരിക്കും. ഈശ്വരനാമങ്ങൾ പ്രകടിപ്പിക്കുവാനും ഭജനകൾ പാടി മാത്രം ഒത്തുചേരുകയാണെങ്കിൽ അത് നിഷ്ഫലമായ ശ്രമങ്ങളാണെന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. തഥാ സാർവത്രിക ചിന്തനം. ഈശ്വരനിൽ നിന്ന് ലിംഗം ഉദ്ഭവിക്കുന്നത് കൊണ്ട് ശിവരാത്രി ഒരു പുണ്യ ഉത്സവമായും ഒരു വലിയ സംഭവമായും കാണുന്നു. സ്വരൂപിയായ ശിവനിൽ നിന്നും ഈ ദിവസം ലിംഗം ഉദ്ഭവിക്കുകയുണ്ടായി. ബ്രഹ്മാവും വിഷ്ണുവും അതിന്റെ മഹത്വം അളക്കുവാൻ ശ്രമിച്ചിട്ട് വിജയിച്ചില്ലെന്ന് ശാസ്ത്രം. അല്പജ്ഞാനികളായ ചില പണ്ഡിതന്മാർ പറയുന്നത് ശിവൻ ഇന്ന് ജനിച്ചു എന്നാണ്. സ്നേഹമില്ലാത്തവൻ നിരീശ്വരവാദി. ഇന്നിൽ സമർപ്പിച്ചതായി അവകാശപ്പെടുന്ന വളരെയധികം ആളുകളുണ്ട്. അവർ അർപ്പണം എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അവർ പറയുന്നു, തനുവും മനവും ധനവും അവരുടെ എല്ലാം എനിക്ക് സമർപ്പിച്ചു എന്ന്. പക്ഷേ അവർ പിന്നെയും ഞാൻ വിചാരിക്കുന്നു, ഞാൻ കരുതുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആദരവും സ്വീകരിക്കുവാനായി ഞാൻ പണം എഴുന്നേൽക്കുന്നു. അസൗകര്യങ്ങളും ബുദ്ധിമുട്ടും അസ്വസ്ഥം സഹിച്ചിരിക്കുന്നു. ഓരോരുത്തർക്കും ഇത് സ്നേഹത്തിന്റെ, സഹിഷ്ണുതയുടെയും ക്ഷമയുടെയും പാഠമായിരുന്നു. സ്നേഹം, ഈ സന്തോഷം, സമാധാനവും പങ്കുവയ്ക്കാൻ പ്രേമം എല്ലാവരെയും ഈശ്വരഭക്തരാക്കിയിരിക്കുന്നു. നിങ്ങൾ എത്ര തന്നെ മതബോധമുള്ള പ്രേമമില്ലെങ്കിൽ നിരീശ്വരവാദി എന്ന് വിളിക്കേണ്ടി വരും. പ്രതിജ്ഞകൾ കൊണ്ടോ ഉപവാസം കൊണ്ടോ ശ്രദ്ധകൾ കൊണ്ടോ ഭജനകൾ കൊണ്ടോ പുഷ്പാർച്ചന കൊണ്ടോ ഈശ്വരാനുഗ്രഹം നേടാമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിദയനീയമായി തെറ്റുപറ്റിയിരിക്കുന്നു. പ്രേമം മാത്രമാണ് ഗീത ഉപദേശിക്കുന്നത്. ആദ്യം
പക്ഷെ അതുകൊണ്ട് മാത്രമായി പക്ഷെ അത് ആദർശപരമാണോ? അല്ല. നിങ്ങൾ എല്ലാ ജീവികളെയും സാക്ഷാത്തായി സ്നേഹിക്കണം. കൃതാത്മ കരുണ എന്ന ഏവച്ച എന്ന ഗീത തുടർന്ന് പറയുന്നു. എങ്കിൽ മാത്രമേ നിങ്ങൾ അഭിലഷിക്കുന്ന ആ അനുഗ്രഹം നേടിയെടുക്കുവാൻ സാധിക്കൂ. ശിവരാത്രി, അതിന്റെ പ്രാധാന്യം. ഭാരതീയ പുരാണങ്ങൾ അകൃത്യമായ അനുഭവങ്ങളുടെ വികരണങ്ങളാണ്. കഠിനമായ അച്ചടക്കങ്ങളുടെ ബുദ്ധിയെ വ്യക്തികൾ ആദരപൂർവ്വം പഠിച്ചതിനു ശേഷം ഖണ്ഡിക്കുവാൻ ആ വിധിയിൽ അവയെ ഉപയോഗപ്പെടുത്തുമ്പോൾ അവ നിത്യമായ പണ്ഡിതന്മാരും വൈയാരകന്മാരും മാത്രമായവർ അവയെ വ്യാഖ്യാനിക്കുവാൻ പോയാൽ അവയെ നഷ്ടപ്പെടും, ഉപേക്ഷിക്കപ്പെടും. വാസ്തവം പറയുകയാണെങ്കിൽ ഭാരത സന്താനങ്ങൾ ഈ അതുല്യമായ പൈതൃകം ാണ്. വേദങ്ങളും ശാസ്ത്രങ്ങളും ഈ ഭാഗ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഋഷിമാർ ഈ സംഗതികൾ ഈ രാജ്യത്തെ വഴികാട്ടികളെയും ലഭിച്ച ആളുകളെ ഉപനിഷത്തുകൾ പുകഴ്ത്തുന്നുണ്ട്. തലമുറകളായി സാധകരുടെ സത്യാന്വേഷികളുടെയും നേട്ടങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിന്ദാശീലമുള്ള വ്യക്തികൾ ഈ നിധിയെ നിരാകരിച്ചിരിക്കുന്നു. ഈശ്വരനും മനുഷ്യനും തമ്മിലുള്ള സാദൃശ്യത്തെക്കുറിച്ച് ബോധവാന്മാരായ വ്യക്തികൾ അത് പ്രഖ്യാപിച്ച രാജ്യമാണ് ഇത്. വ്യക്തിബന്ധനാക്കപ്പെട്ട ഈശ്വരനാകട്ടെ സ്വതന്ത്രനും വ്യക്തിബന്ധിതനാണെന്ന് സ്വയം വിശ്വസിക്കുന്നു. അപ്രത്യക്ഷമാകണമെങ്കിൽ അതിനെ ബാഹ്യമായ ജ്വലിക്കണം. അതുപോലെ ബുദ്ധി എന്നിവയിലെ ദൈവികതയ്ക്ക് അവയെ ആത്മൻ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത് വിടുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ നിത്യപൂർണ്ണനും നിത്യാനന്ദനും. കാമമാണ് കർമ്മത്തിന് പ്രേരണ നൽകുന്നത്. അതിനെ ധർമ്മം കൊണ്ട് നിയന്ത്രിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്തിരിക്കുന്നത് ഉണ്ടായിരിക്കുവാനുമാണ്. എല്ലാ ധർമ്മങ്ങളെയും പരിത്യജിക്കുവാൻ ഗീത ഉപദേശിക്കുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അജ്ഞാനത്തെ പരാജയപ്പെടുത്തണമെന്നും അതിജീവിക്കണമെന്നുമാണ്. ജ്ഞാനം നിങ്ങളുടെ തന്നെ യാഥാർത്ഥ്യത്തെ കേൾക്കാം. അപ്പോൾ നിങ്ങൾ കാമത്തിൽ നിന്നും വെറുപ്പിൽ നിന്നും സ്വതന്ത്രനാകും. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ എല്ലായ്പ്പോഴും പൂർണ്ണനും എല്ലായ്പ്പോഴും ആനന്ദഭരിതനും ആണെന്ന് നിങ്ങൾ അറിയുന്നു. ഒരു മുറിയിൽ സാധനങ്ങൾ കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ വിഭാവന ചെയ്യുക. അയാളുടെ കണ്ണുകൾ ആ മുറിയിൽ ഉള്ള എല്ലാ വസ്തുക്കളിലും പതിക്കുന്നു. ആളിൽ ഒഴിച്ച് അന്വേഷിക്കുന്നവൻ അവനവനെ കാണുന്നില്ല. നിങ്ങൾ മറ്റു വസ്തുക്കൾക്കായുള്ള അന്വേഷണം ത്യജിക്കുമ്പോൾ നിങ്ങളെ ഒഴിച്ചുള്ള വസ്തുക്കളെ അന്വേഷിക്കുന്നത് വേണ്ടെന്ന് വയ്ക്കുമ്പോൾ നിങ്ങളെ തന്നെ കാണുകയും നിങ്ങളെ അറിയുകയും ചെയ്യും. ദൃഷ്ടാവിനെ കാണുമ്പോൾ ദൃശ്യം അവഗണിക്കപ്പെടുന്നു. ദൃശ്യത്തെ കാണുമ്പോൾ ദൃഷ്ടാവ് അവഗണിക്കപ്പെടുന്നു. ഇപ്പോൾ തന്നെ ടൈസ്മൻ ഞാനുമായുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ ഞാൻ ഈശ്വരനാണെന്ന് അയാളോട് പറഞ്ഞുവെന്ന്. വാസ്തവത്തിൽ ഓരോരുത്തരും ഈശ്വരനാണ്. തന്നെ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ഈ ശരീരത്തിന് പ്രത്യേക നാമവും രൂപവും കൊടുത്തുകൊണ്ട് സ്വയം പരിധി നിർണ്ണയിക്കുക. ആദിത്യരഹിതം ചിഹ്നം ശിവലിംഗം.
ആളുകൾ ചോദിക്കുന്നു, എന്തിനാണ് സ്വാമി ഈ ദിവസം തൻ്റെ ഉള്ളിൽ നിന്നും ശിവലിംഗം സൃഷ്ടിക്കുന്നത്? മനസ്സിലാക്കുന്നത് അതിന്റെ കാരണം അളക്കുകയാണെന്നും ഈശ്വരന്റെ പ്രത്യക്ഷാഭാവത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയാണെന്നതും നിങ്ങൾക്ക് അസാധ്യമായ സംഗതിയാണ്. അത് അഗമ്യമാണ്, അഗോചരമാണ്. അതുകൊണ്ട് ഈശ്വരൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന വസ്തുതയ്ക്ക് സാക്ഷ്യത്തിനു വേണ്ടി ഈ സ്വഭാവത്തെ പ്രത്യക്ഷമാക്കേണ്ടത് ആവശ്യമായി തീർന്നിരിക്കുന്നു. അല്ലെങ്കിൽ വെറുപ്പിന്റെയും ആർത്തിയുടെയും ക്രൂരതയുടെയും അനാദരവിന്റെയും ബലാത്കാരത്തിന്റെയും ഈ അന്തരീക്ഷം സജ്ജനങ്ങളെ പരാജയപ്പെടുത്തും. ലിംഗം എന്നത് അനാദിയുടെയും അനന്തതയുടെയും ചിഹ്നം. ഒരു ചിത്രം മാത്രമാണ്. എന്തെന്നാൽ അതിനെ കൈകളോ മുഖമോ പാദങ്ങളോ മുൻവശമോ പിൻവശമോ തുടക്കമോ ഒടുക്കമോ ഇല്ല. നിരാകാരം എന്നത് എങ്ങനെയായിരിക്കുമെന്ന് ഒരാൾ വിഭാവന ചെയ്യുന്നതിനാലാണ് അതിൻ്റെ ആകൃതി. വാസ്തവത്തിൽ ലിംഗം എന്നാൽ അർത്ഥം ലിയതേ എന്നാണ്. അതായത് ഏതൊന്നിൽ എല്ലാ രൂപങ്ങളും നാമങ്ങളും ലയിക്കുന്നുവോ അത് ഗമ്യതയെ, അതായത് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി യാതൊന്നിനും നേരെ എല്ലാ രൂപങ്ങളും നാമങ്ങളും ഗമിക്കുന്നുവോ അത് സർവവ്യാപിയും സർവജ്ഞനും സർവശക്തനുമായ ഈശ്വരന്റെ ഏറ്റവും ഉചിതമായ ചിഹ്നമാണ്. സീത ഭൂമിയുടെ പുത്രിയാണ്. അവൾ വിവാഹം ചെയ്തത് രാമന്റെ രൂപത്തിൽ അവതരിച്ച ഈശ്വരന്. പുരുഷനെയാണ് നാടുകടത്തപ്പെട്ട രാമൻ നീണ്ട 14 വർഷങ്ങളിലേക്ക് വനത്തിൽ താമസിക്കുവാൻ സമ്മതിച്ചപ്പോൾ സീത തനിക്ക് പരിചിതമായ എല്ലാ സുഖസൗകര്യങ്ങളും വനവാസത്തിലെ അപകടങ്ങളെ അഭിമുഖീകരിക്കുവാൻ ധൈര്യപ്പെടുന്നത് രാമന്റെ സാന്നിധ്യത്തിൽ തന്നെ. രാമൻ എന്ന ഒരേ ലക്ഷ്യത്തിനു വേണ്ടി സീത തന്റെ ഹൃദയത്തിൽ നിന്നും പരിത്യജിക്കുന്നു. ത്യാഗത്തിന്റെ ഫലമായി ശ്രീരാമന്റെ ഒപ്പം ചിലവഴിച്ചു. ആ സമയം പെട്ടെന്ന് അത് ഒരു പൊന്മാനിനെ കണ്ടു. സ്വർണത്തിന്റെയും രത്നങ്ങളുടെയും ഒരു വലിയ നിധിയെ തന്നെ ത്യജിച്ചിട്ട് വന്ന സീത ഒരു മായാമൃഗത്താൽ മോഹിതയാകുകയും അത് കഠിന വ്രതം നൽകിയ യോഗത്തിന് ഇടവരുത്തുകയും ചെയ്തു. അതുപോലെ തന്നെ എന്നോട് ദീർഘകാലം മമത പുലർത്തിയിരുന്നവർക്ക് ചിലപ്പോൾ ചില ആഗ്രഹങ്ങൾ തോന്നുന്നു. ഭൂമിക്ക്, ഉദ്യാനത്തിന്റെ, കുടുംബജീവിതത്തിന്, കീർത്തിക്ക്, പദവിക്ക്, സമ്പത്തിന്. അപ്പോൾ അവർ ഇവിടെ നിന്ന് അകലേക്ക് പോകുന്നു. പക്ഷേ സീത തന്റെ തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിക്കുകയുണ്ടായി. ഈ വിയോഗം കൊണ്ട് അവളുടെ മനസ്സ് കഠിന വ്യഥയാണ് അനുഭവിച്ചത്. അവൾ തന്നെ രക്ഷിക്കുവാനായി വിഭുവിനോട് അപേക്ഷിച്ചു. അനുതാപത്തോടെ തന്റെ ഓരോ ശ്വാസത്തിലും രാമ രാമ എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒടുവിൽ സ്വയം അവളുടെ സമീപം സ്വയം തന്നെ തന്റെ ഭക്തയ്ക്ക് തിരികെ നൽകുകയും ചെയ്തു. അതുപോലെ നിങ്ങൾ കഠിന ഹൃദയോടെ പശ്ചാത്തപിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ നഷ്ടത്തെപ്പറ്റി ബോധമുള്ളവരാണെങ്കിൽ, ഈ സാന്നിധ്യത്തിന് വേണ്ടി അത്യധികം ആഗ്രഹിക്കുകയാണെങ്കിൽ, ഈ സായിതമനും നിങ്ങൾക്ക് നേരെ വരികയും നിങ്ങളിൽ അനുഗ്രഹം വർഷിക്കുകയും ചെയ്യും. അജീവന ഭജന. ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ഇന്നലെ രാത്രി മുഴുവനും ഉറക്കമൊഴിയുകയും വചനങ്ങൾ പാടുകയും ചെയ്തു. ഈ ആരതി ഭജനയുടെ അന്ത്യം കുറിക്കുന്നു. പക്ഷേ അത് ബാഹ്യമായ സംഘം ചേർന്നുകൊണ്ടുള്ള സുസ്വരമായ ഭജനയുടെ മാത്രം അന്ത്യത്തെ കുറിക്കുന്നു. അല്ലാതെ നിങ്ങളുടെ ജീവിതത്തിന്റെ
ശ്വാസം തന്നെയാണ് ആന്തരികവും ഏകാന്തവും മൗനവുമായ ഭജനയുടേതല്ല. വേദാന്തം നിങ്ങളുടെ നിർബന്ധിക്കുന്നത് ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം എന്താണെന്ന് അന്വേഷിക്കുവാനും അതിൽ വസിക്കുന്ന ആത്മനെ കുറിച്ച് ചിന്തിക്കുവാൻ കഴിവുള്ള മനസ്സിനെ കുറിച്ച് അന്വേഷിക്കാനുമാണ്. ശരീരം വസിക്കുന്ന വിനാശമില്ലാത്ത മാഷെ സൈറാം അത് മുഴുവൻ വായിക്കണമെന്നില്ല കേട്ടോ. സംഭവിച്ചാൽ നിർത്തിയിട്ട് അനുഭവങ്ങൾ പറഞ്ഞോളൂ. സമയം സൈറാം ഇനി അനുഭവങ്ങൾ പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ. സ്വാമിയുടെ അടുത്ത് വന്നതും സ്വാമിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ ഒന്ന് പറയുക, ഷെയർ ചെയ്യുക. സ്വാമി, ഞാൻ ആദ്യമായിട്ട് സ്വാമിയെ നേരിട്ട് കാണുന്നത് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെയാണ് ഭഗവാനെ കാണാൻ ആദ്യമായിട്ട് പുട്ടപർത്തി പോകുന്നത്. അതിനുശേഷം പിന്നെ ഒരു 4-5 തവണ ഞാൻ ഭഗവാനെ കണ്ടു. അവസാനമായി കാണുന്നത് ഞാൻ എൻ്റെ കല്യാണത്തിന് ശേഷം എൻ്റെ ഭാര്യയും കൂടി കൂട്ടി പോയിട്ടാണ് കാണുന്നത്. സ്വാമിയുടെ അവസാനത്തെ ഒരു ടൈമിലാണ് അത് കണ്ടത്. അതിനുശേഷം പിന്നെ 4-5 മാസം കഴിയുമ്പോഴാണ് സ്വാമി ഫിസിക്കലി ഇല്ലാതായത്. അതിൽ നിന്ന് എനിക്ക് സ്വാമിയുടെ ഒരു വലിയൊരു അനുഭവം പറയാനുള്ളത്, ഞാൻ ഇപ്പോൾ വായിച്ചതിൽ തന്നെ ശിവരാത്രിയുടെ കഥയാണ്. നമുക്ക് ഒരു ദിവസം സമിതിയിലുണ്ടായ ശിവരാത്രി ദിവസം ഉണ്ടായ ഒരു അനുഭവം തന്നെയാണ് ആദ്യം പറയുന്നത്. കാരണം അന്ന് നമ്മൾ ശിവരാത്രിക്ക് ഉറക്കമൊഴിഞ്ഞ് ഭജനയ്ക്ക് ചൊല്ലി ഞാനും ഒരു 12 മണി വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കാലത്ത് 4 മണിക്കാണ് രണ്ടാമത് വന്നത്. അത് അപ്പോൾ വന്നിരുന്ന മുതൽ ഞാൻ സ്വാമിയുടെ സിംഹാസനത്തിൽ വെച്ചിരിക്കുന്ന ഒരു നമ്മുടെ ഒരു പിൻ സ്വാമിയുടെ അതിൽ നിന്ന് ഞാൻ ശ്രദ്ധിച്ചിങ്ങനെ ഭജന പാടുമ്പോൾ കാണുന്നത് ഭഗവാന്റെ ഒരു മുഖം അതിലിങ്ങനെ തെളിഞ്ഞു വരുന്നതാണ്. അത് ഞാനിങ്ങനെ ഭജന 6 മണിക്ക് കഴിയുമ്പോഴേക്കും ഭഗവാന്റെ ആ ഒരു മുഖം വളരെ ക്ലിയറായി കൊണ്ടേ വന്നു. ഭജന കഴിഞ്ഞ് എല്ലാവരും സമിതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചു വന്നപ്പോൾ അവരും ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇതിലേക്ക് ഭഗവാന്റെ മുഖം ഇങ്ങനെ ക്ലിയറായി വരുന്നത് കാണുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും കൂടി സംസാരിച്ചു. എല്ലാവരും നമ്മളെ മൊബൈലൊക്കെ ഫോട്ടോ എടുത്തു. ഞാനന്ന് കൺവീനറായിരുന്നു. അപ്പത്തെ ഞാൻ ഡിസ്ട്രിക്ട് പ്രസിഡന്റിന് എല്ലാം അയച്ചു കൊടുത്തു. അന്ന് സത്യത്തിൽ ആ ഒരു ദിവസം കാലത്ത് കണ്ട ആ പ്രതിബിംബം രാത്രിയോളം അതിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം രാത്രി വൈകിയെങ്കിലും വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞപ്പോൾ അവൾക്കും അത് കാണുന്നതായി. ഞാൻ ഉടനെ അവളെയും കൂട്ടി വൈകിട്ട് പിന്നെയും പോയി സമിതി തുറന്ന് കാണിച്ചപ്പോൾ ചെറിയൊരു മങ്ങൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭഗവാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് വലിയൊരു അനുഭവം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഭഗവാൻ ഫിസിക്കലി ഇല്ല എന്നുള്ളത് നമ്മൾ പറയുന്നെങ്കിലും വളരെ കൃത്യമായിട്ടുള്ള രൂപത്തിൽ സമിതിയിൽ സ്വാമി വന്നിട്ടുണ്ടായിരുന്നു. വളരെ വികാരമായിരുന്നു. വളരെ കൃത്യമായിട്ട് തന്നെ ഭഗവാന്റെ ആ മുഖം ലോയിൽ വന്നു. അത് നിങ്ങൾ ഫോട്ടോ എടുത്തപ്പോൾ അതിലും വളരെ ക്ലിയർ ആയിരുന്നു. അതിന് ഏറ്റവും വലിയൊരു അനുഭവം തന്നെയാണ്. മറ്റ് അനുഭവങ്ങൾ നമുക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് എനിക്ക് മാത്രമല്ല, നമുക്കന്ന് സമിതിയിലുള്ള ഒരുമിച്ച് എല്ലാവർക്കും ഉണ്ടായ ഒരേപോലെ ഉണ്ടായ ഒരു അനുഭവം തന്നെയാണ്. അതിന് എനിക്കിവിടെ ഇപ്പം പറയാൻ തോന്നുന്നത് ആ ഒരു കാര്യം. പിന്നെ എപ്പോഴും ഭഗവാനെ വിളിക്കുമ്പോൾ തന്നെ നമ്മളെ കൂടെ തന്നെയുണ്ട്. ഇപ്പം നമുക്കറിയാം, രഥം ഉത്സവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ കാര്യങ്ങളും നമ്മളെ ചെയ്യിക്കുന്നതെല്ലാം ഭഗവാൻ തന്നെയാണ്. ഓരോരോ കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും ഓരോന്ന് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ അതിനു വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള സഹായവും ഭഗവാൻ തരുന്നുണ്ട്. ഇന്നലെ നമ്മൾ രഥത്തെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ എത്തി, നെടുമ്പയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴും ഭഗവാനെ കാണുമ്പോഴുള്ള അനുഭവം, പുട്ടപർത്തിയിലെ പോയി നമ്മൾ സമാധിയിൽ അതേ അനുഭവം ഇന്നലെ കാണുമ്പോഴുണ്ടായത്. ഇതൊക്കെ തന്നെയാണ് എനിക്ക് കൂടുതൽ
വന്നിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഈ പറഞ്ഞ അനുഭവം വളരെ വലിയൊരു അനുഭവം തന്നെയാണ്. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ് ഈ പുല്ലുവരുത്തി സ്വാമി വന്നത് കണ്ടത്. സൈറാം. നീ ബാബയുടെ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് ഒരു ഭജന പാടണേ. వాక్కు మనస్సునందు, మనస్సు బుద్ధి యందు, బుద్ధి ఆత్మసన్నిధిని చేరేటువంటి యొక్క ఉపాయమే సక్రమమైనటువంటి సాధన. The secret and the proper way is to merge the word into the mind and the mind into the intelligence and intelligence in the Atma. ఇట్టి సక్రమమైనటువంటి రాజబాట ఉండి కూడాను మానవుడు భౌతికమైన భోగ భాగ్యములకు లోబడి ఈ పవిత్రమైన మార్గమును విస్మరించి కేవలం దుఃఖహేతువైనటువంటి యొక్క ఇంద్రియ మార్గముని అనుసరిస్తూ వస్తున్నాడు. Although such a noble sacred path is available for man, swayed by the temptations of the worldly life, he undertakes the wrong path and suffers therefrom. ఈ ఇంద్రియములకు ఆధారం ఏమిటి అనేటువంటి విషయాన్ని ఎవ్వరు కూడా విచారించడం లేదు. No one seems to be inquiring as to what is the basis of all these sense organs. ఈ సర్వభోగమును అనుభవించినది ఏది అనేటువంటి యొక్క సత్యాన్ని కూడా గుర్తించుటకు ప్రయత్నించటం లేదు. No one is making an effort to find out what is it that is really enjoying all these sense enjoyments. బాహ్య ప్రపంచమునకు అంతర్జగత్తుకు అవినాభావ సంబంధం ఉన్నదనేటువంటి విషయము విద్యార్థులు గుర్తించాలి. Students will have to recognize that there is a mutual relationship between the external world and the inner world. മാഷ ഒരു ഭജന പാടിക്കോളൂ. ഓക്കെ. शिवदी साए परते साए हमको दे जो प्रेमामृत धारा, प्रेमामृत धारा। शिवदी साए परते साए हमको दे जो प्रेमामृत धारा, प्रेमामृत धारा। तव सेवा की अवसर दे जो सत्य साई भवना, तव सेवा की अवसर दीजो सत्य साई महावीर। गानामृत में भाव भी दीजो प्रेम साई भगवान, प्रेम साई भगवान। गानामृत में भाव भी दीजो प्रेम साई भगवान, प्रेम साई भगवान। सिद्धि साई परते साई को दीजो प्रेमामृत धारा, प्रेमामृत धारा। तव सेवा की अवसर दीजो सत्य साई महावीर। गानामृत में भाव भी दीजो प्रेम साई भगवान, प्रेम साई भगवान। सिद्धि साई परते साई हमको दीजो प्रेमामृत धारा, प्रेमामृत धारा। താങ്ക് യു മാഷെ. സൈറാം.
ഇന്ന് ഈ പാട്ട് പാടിയത് വളരെ നന്നായി. കാരണം ഷിർഡി സായിയുടെ കൂടെ ഒരു പേര് പറഞ്ഞല്ലോ. ഇന്ന് ഭഗവാന്റെ ജന്മദിനമാണ്, 28 സെപ്റ്റംബർ. അതെ അതെ ഷിർഡി സായി ബാബയുടെ അതെ അതെ ജന്മദിനമാണ്. അപ്പൊ അതെ അദ്ദേഹത്തിന്റെ അതെ. നാമം കൂടെ ചേർത്ത് ഒരു ഭജന പാടിയത് വളരെ ഉചിതമായി. താങ്ക് യു സോ മച്ച് ഓ സായിരാം. സന്തോഷം സൈറ. സായി ഉപമ: അറിഞ്ഞതിൽ നിന്നും അറിയാത്തതിലേക്ക് പുരോഗമിക്കണം. അപ്പോൾ പ്രേമത്തിന്റെ വലയം വികസിച്ച് ഈ പ്രകൃതി മുഴുവനും വ്യാപിക്കും. ഒരു മരത്തിന്റെ ഇല പറിക്കുന്നത് പോലും നിങ്ങൾക്ക് മനോവേദന ഉണ്ടാക്കും. ഒരു വൃക്ഷത്തിന്റെ ആഴ്ന്നിറങ്ങിയ വേരുകൾ അതിനെ കൊടുങ്കാറ്റിൽ നിന്നും വാതച്ചുഴികളിൽ നിന്നും കാത്തുരക്ഷിക്കുന്നു. അവയിലെ ദൈവികമായ ജീവതത്വത്തിന്റെ അടയാളമാണ് അത്. അതുപോലെ മനുഷ്യന്റെ ഉള്ളിലെ ദിവ്യത്വത്തിന്റെ ഉറവകളിലേക്ക് പ്രേമത്തിന്റെ വേരുകൾ ആഴ്ന്നിറങ്ങുമ്പോൾ ദുരിതങ്ങളുടെ കൊടുങ്കാറ്റുകൾ അവനെ പിടിച്ച് ഉലക്കുകയോ തകർക്കുകയോ അവിശ്വാസങ്ങളിലേക്ക് തള്ളിവിടുകയോ ചെയ്യില്ല. ഒരു സ്പൂൺ പഞ്ചസാര പാത്രത്തിലെ വെള്ളത്തിൽ മുഴുവനും മധുരം പകരുന്നത് പോലെ പ്രേമത്തിന്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ ഒരുവനെ എല്ലാവരെയും സൗഹൃദത്താൽ ആകർഷിക്കുവാൻ സാധിക്കും. സകലതിലും ഉള്ള ഈശ്വരനെ ദർശിക്കുന്നതും സ്നേഹിക്കുന്നതിനും എനിക്ക് പ്രിയപ്പെട്ടവരാകുന്നു ഭഗവാൻ സായിബാബ. ഓം സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.